കുട്ടികൾക്കൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല പഴുത്ത 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം പഴുക്കാത്തതും നല്ലതാണ്, അധികം പഴുക്കാത്തതും. എൻ്റെ കയ്യിൽ ഇതുപോലെ നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് എടുത്തു. എൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പം നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും, അധികം ചേരുവയൊന്നും വേണ്ട. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഇതിനകത്ത് നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഷേപ്പിലാണ് ഞാനിതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ഞാനിവിടെ 2ആയിട്ട് മുറിച്ചിട്ട് വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇതൊന്നുകൂടി മുറിച്ചിട്ട് തീരെ ചെറുതായിട്ട് വേണമെങ്കിലും ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ ഇതെല്ലാം 2 ഏത്തപ്പഴം മാത്രം ഇവിടെ നിന്ന് അരിഞ്ഞെടുത്തു. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചെടുക്കാം. അപ്പം പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നെയ്യ് ഒന്ന് ഉരുകി വരുമ്പം നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് വറുത്തെടുക്കണം. ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. എത്രയും നെയ്യ് ചേർത്ത് കൊടുക്കുന്ന അത്രയും നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള. അപ്പം നെയ്യ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഈ ഏത്തപ്പഴം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം നെയ്ക്കകത്ത്. കുറച്ച് ചേരുവ മാത്രമേ ഉള്ളൂ, നിങ്ങൾ അവസാനം വരെ കാണുക. കുറച്ച് ചേരുവ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നമ്മുടെ കയ്യിലുള്ള ചേരുവകളൊക്കെ ചേർക്കാം, അഥവാ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എൻ്റെ കയ്യിലുള്ളത് മാത്രം ഞാൻ ചേർത്ത് ചെറിയൊരു സ്നാക്സാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നെയ്ക്കകത്ത്. ഇനി ഇതിലേക്ക് ഞാൻ സേമിയയാണ് ചേർക്കുന്നത്. ഇവിടെ സേമിയ ചേർത്ത് കൊടുത്തത് തീരെ കനം കുറഞ്ഞുള്ള സേമിയ, വറുത്ത സേമിയയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടൈപ്പിലെ സേമിയ നമുക്ക് കിട്ടാറില്ല. ഒന്ന് വറുക്കാത്തതും കിട്ടും, പിന്നെ ഈ രീതിയിലുള്ള കനം കുറഞ്ഞ സേമിയയും കിട്ടും. ഈ രീതിയിലുള്ള സേമിയ നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്കിവിടെ കിട്ടുന്നത് ഇതുപോലത്തെ സേമിയയാണ് കൂടുതൽ കിട്ടുന്നത്. ഹിന്ദിക്കാരൊക്കെ സേമിയ പായസം വെക്കുമ്പം ഈ ഒരു സേമിയയാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ അതുകൂടി ചേർത്ത് കൊടുത്തു. അതും ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഈ കശുവണ്ടി മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാനത് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. പിന്നെ ഉണക്കമുന്തിരിങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു, അല്പം പഞ്ചസാര കൂടി ചേർത്തു. അതും ഒന്ന് നല്ലവണ്ണം ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. കശുവണ്ടിയൊക്കെ ഒന്ന് നെയ്യ് കിടന്നൊന്ന് വറുത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം തേങ്ങ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ ഉണ്ടായിരുന്ന ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുത്താൽ മതി. കുട്ടികൾക്ക് 4 മണിക്ക് ചായയുടെ കൂടെ അല്ലാതെയൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കാൻ പറ്റും. ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്കിവിടെ വാഴയിലയൊന്നും കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കുക, കുട്ടികൾക്കും കൊടുക്കുക. പിന്നെ ഇതുപോലെ ചെറിയ വീഡിയോയുമായി ചെറിയ റെസിപ്പികളുമായി ഇവിടുത്തെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഓക്കേ.